ആത്മീയതയുടെ മറവിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ എന്താണ് ചെയ്യേണ്ടത്? മലപ്പുറം ആദവനാട് സ്വദേശിയായ MK മുഹമ്മദ് എന്ന ഉസ്താദിനെതിരെ നിരവധി പരാതികളും കേസുകളുമുണ്ട്. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി പ്രായപൂർത്തിയാകാത്ത 20ഓളം ആൺകുട്ടികളെയാണ് ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയത്. തുടർച്ചയായി കേസുകൾ വന്നതോടെ ഒളിവിൽ പോയ പ്രതിയെ ബീഹാറിൽ നിന്നും പോലീസ് പിടികൂടി. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഇത്തരത്തിൽ ഒരു പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി ഇയാൾക്കെതിരെ 20ഓളം പോക്സോ കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് ചെയ്യിപ്പിക്കലാണ് ഇയാളുടെ രീതി. കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായും വെളിപ്പെടുത്തലുണ്ട്. പലരും ഭയം കാരണം വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 14 കേസുകളും, തിരൂരിൽ 4 കേസുകളും, കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളുമാണ് നിലവിൽ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബീഹാറിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. അജ്മീരിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിവിൽ പോയ പ്രതി പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെ ബീഹാറിലേക്ക് കടക്കുകയായിരുന്നു. നിലവിൽ വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതി നടപടികൾ പൂർത്തിയാക്കി കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഒരു പ്രതിക്കെതിരെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതാദ്യമായാണ്. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.